തലശ്ശേരി നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് ഷാഫി പറമ്പിൽ MP റെയിൽവേ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. റെയിൽവേ പരിസരത്തെ ഡ്രൈനേജുകൾ അടഞ്ഞ മട്ടാണ്. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും തടിക്കഷ്ണങ്ങളും വന്ന് നിറഞ്ഞ് പ്രദേശത്തെ ഓവുചാലുകൾ മൂടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനീയറും നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് വെള്ളക്കെട്ടിന് കാരണമായ സ്ഥലം സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DRMുമായി സംസാരിക്കുകയും ഓവുചാലുകളിലെ ചെളി നീക്കം ചെയ്യാനുള്ള അനുമതി നഗരസഭാ അധികാരികൾക്ക് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MP മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലവിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ തന്നെ ഒരു പരിധിവരെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നും MP അഭിപ്രായപ്പെട്ടു. അമൃത ഭാരതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.5 കോടിയോളം രൂപ ചിലവിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിവരുന്ന വികസനത്തിന്റെ 2ാം ഘട്ടം ജൂലൈ മാസത്തോടെ ടെൻഡർ ചെയ്യുമെന്ന് MP പറഞ്ഞു. ഇതിന്റെ ഭാഗമായി സ്റ്റേഷൻ ഉയർത്താനുള്ളത് ഉയർത്താനും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഡ്രൈൻ ഉൾപ്പെടെയുള്ള പ്രപ്പോസലാണ് കൊടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടാണ്. ഡ്രെയിനേജ് ഏതാണ്ട് അടഞ്ഞ മട്ടിലാണ്. ഒരുപാട് വേസ്റ്റും സോളിഡ് വേസ്റ്റും അതുപോലെ തന്നെ കുപ്പി പ്ലാസ്റ്റിക് എല്ലാം നിറഞ്ഞ് മരക്കഷ്ണങ്ങളൊക്കെ നിറഞ്ഞ് അത് ക്ലീൻ ചെയ്യാതെ ഇവിടുത്തെ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരും എഞ്ചിനീയറും ഒന്നിച്ച് മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ കൗൺസിലർമാർ ജനപ്രതിനിധികൾ ഒന്നിച്ച് സന്ദർശിച്ചു. DRMുമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യാനുള്ള പെർമിഷൻ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. DRM ഉടനെ തന്നെ അതിലൊരു തീരുമാനം എടുക്കാം. ഹിറ്റാച്ചി ഉപയോഗിച്ച് നിലവിലെ വേസ്റ്റ് എല്ലാം അവിടുന്ന് മാറ്റിയാൽ തന്നെ, അതെല്ലാ സീസണിലും ചെയ്യേണ്ടതാണ്, അത് മാറ്റിയാൽ തന്നെ അവിടുന്ന് വെള്ളം കുറച്ചെങ്കിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റെയിൽവേയുടെ ഇവിടുത്തെ വികസനത്തിന്റെ 2ാം ഘട്ടം നേരത്തെ അമൃത് ഭാരത് സ്കീമിന്റെ പ്രകാരമായിട്ട് നടന്ന വർക്കിന്റെ ബാക്കി സ്കീമിന് ഏതാണ്ട് ഒരു 4-4.5 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റിന് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റേഷനെ ഉയർത്താനുള്ളത് ഉയർത്തുകയും ബാക്കി ചെയ്യേണ്ട വർക്കുകൾ നടത്തുകയും ഒപ്പം ഒരു ഡ്രെയിൻ ഈ അറ്റം മുതൽ അറ്റം വരെ ഒരു ഡ്രെയിൻ കണക്ട് ചെയ്യാനുള്ള വർക്കും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊപ്പോസലാണ് കൊടുത്തിട്ടുള്ളത്. ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും അതിന്റെ ടെൻഡർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് വരുമ്പോൾ 2 സൈഡിലും ഒരു പ്രോപ്പർ ഡ്രെയിൻ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിന് പിന്നെ ഈ പറയുന്ന ചില മുനിസിപ്പൽ പ്രദേശത്തെയും പ്രൈവറ്റ് പ്രദേശത്തെയും കൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ചെയ്യേണ്ടതും കൂടെ ചെയ്താൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരത്തിന് ശ്രമിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാം. ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള പെർമിഷൻ DRM ഉടനെ തന്നെ കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതോടൊപ്പം മുനിസിപ്പൽ പ്രദേശത്തെയും സ്വകാര്യ മേഖലകളിലെയും കൂടി കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കൂടി ചെയ്യേണ്ടത് ചെയ്താൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നും ഡ്രൈനേജുകൾ ക്ലീൻ ചെയ്യാനുള്ള അനുമതി DRM ഉടൻ നൽകുമെന്നും MP കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളായ AP അരവിന്ദാക്ഷൻ, സഞ്ജീവ് മറോളി, CKP മമ്മു, PO റാഫി ഹാജി, M നസീർ, സുധീർ ബാബു, ഷഹബാസ് കായത്ത്, ഷാഹിദ് മാഹി, സൈനുദ്ദീൻ കായത്ത്, മൻസൂർ, M നസീർ, NC അഹമ്മദ്, നഗരസഭാ കൗൺസിലർമാരായ മുസൈറ കരിയാൻ, സെറീല, ഷാലിമ ടീച്ചർ, ഷഹനാസ് സമീറ എന്നിവരും MP ക്കൊപ്പമുണ്ടായിരുന്നു.